إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عسى الله أن يجعل بينكم وبين الذين عاديتم منهم مودة والله قدير والله غفور رحيم. ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിവിൻപടി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യം ഇന്ന് ഒരു സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രയായിട്ട് 78 വർഷം പൂർത്തിയായി. 79ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. ഒരു രാജ്യമെന്ന നിലക്ക് ലോകത്തിൻ്റെ മുമ്പിൽ വളരെ ഉയർന്ന ഒരു സ്ഥാനം ഇന്ത്യ രാജ്യത്തിനുണ്ടെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുകയാണ്. ലോകത്ത് എവിടെയുമില്ലാത്ത, ഒരു രാജ്യത്തുമില്ലാത്ത വൈവിധ്യങ്ങൾ, വൈജാത്യങ്ങൾ അല്ല വൈരുദ്ധ്യങ്ങൾ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത ലോകത്തുള്ള എല്ലാ മതങ്ങളുടെയും, ഏതാണ്ട് എല്ലാ മതങ്ങളുടെയും ഒരു കഷ്ണമെങ്കിലും നമ്മുടെ രാജ്യത്തുണ്ടാകും. ഇത്രയധികം മതവിഭാഗങ്ങൾ, വ്യത്യസ്ത മതവിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യം വേറെ ഏതെങ്കിലും ഉണ്ട് എന്ന് നമ്മൾക്കറിയില്ല. ഇത്രയധികം ജാതി വിഭാഗങ്ങൾ, കണക്കില്ലാത്ത ജാതി വിഭാഗങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഭാഷ നമ്മുടെ നാട്ടിൽ ഔദ്യോഗികവും അനൗദ്യോഗികവുമായ ഭാഷകൾ 100 കണക്കിനാണ്, ഒന്നും രണ്ടും അല്ല. നമ്മുടെ സംസ്ഥാനങ്ങൾ പോലും വിഭജിച്ചിരിക്കുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. വേഷം, ആഹാരക്രമം, ഒരൊറ്റ രാജ്യത്തിനകത്താണ് ഇത്രയേറെ വൈവിധ്യങ്ങൾ നമ്മൾ കാണാൻ കഴിയുന്നത്. മറ്റു പല രാജ്യങ്ങളും നമ്മൾക്കറിയാം, 1, 2, 3 ഒക്കെ ഭാഷകൾ, 1, 2, 3 ഒക്കെ മതങ്ങൾ, അല്ലെങ്കിൽ ഒരു മതം, ഒരു സംസ്കാരം, ഒരു വേഷം ഒക്കെ 1, 2 ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നവർ. നമ്മൾ ഇത്രയധികം വൈവിധ്യം വെച്ച് പുലർത്തുന്ന ഒരു രാജ്യത്ത് ജീവിക്കുന്നു.
ഇവിടെയാണ് ഈ മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തെ ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ രാജ്യം. ഇവിടുത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷമാണ്. പക്ഷെ ലോകാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള രാജ്യങ്ങളിൽ ഒന്ന്, രണ്ടോ ഒന്നോ എന്നതിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളൂ. അതാണ് ഇന്ത്യ രാജ്യം. ഈ രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾക്ക് ഒരു ഇസ്ലാമികമായി ജീവിച്ചു പോകണം, ഒരു നല്ല മുസ്ലിമായിട്ട് ജീവിച്ചു പോകണം. പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഈ വിഷയത്തിൽ പല ആളുകളും പ്രകടിപ്പിക്കാറുണ്ട്. വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾക്ക് പരിശോധിക്കുമ്പോൾ ഈ രാജ്യത്ത് ഏറ്റവും നന്നായി നല്ല മുസ്ലിങ്ങളായി ജീവിക്കാൻ കഴിയുന്ന നല്ല സാഹചര്യമുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. പല പ്രശ്നങ്ങളും ഒരു രാജ്യത്തുണ്ടാകും. ഒറ്റപ്പെട്ട സംഭവങ്ങൾ എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലും ഉണ്ടാകും. ഇതൊക്കെ ഈ നാട്ടിലും നടക്കുന്നുണ്ട്, അതൊന്നില്ല എന്നല്ല നമ്മൾ ആരും മനസ്സിലാക്കുന്നത്. അതൊക്കെ ഉള്ളപ്പോൾ തന്നെ വളരെ നന്നായിട്ട് മുസ്ലിമായി ജീവിക്കാൻ കഴിയുന്ന, ഇസ്ലാമിക ആദർശം പരസ്യമായിട്ട് പറയാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്ന കുറേ അനുകൂല ഘടകങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അതിന് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുക തന്നെ ചെയ്യണം. അള്ളാഹു ചെയ്തെന്ന വലിയൊരു അനുഗ്രഹം തന്നെയാണത്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികൾ, ഈ ഇതര മതവിഭാഗങ്ങളോട്, ജാതി വിഭാഗങ്ങളോട് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ അനുവർത്തിക്കേണ്ടത് എങ്ങനെയാണ്? അതില് നമ്മോട് നല്ല നിലക്ക് വർത്തിക്കുന്ന ഇതര മതവിഭാഗങ്ങളുണ്ട്. നന്നായിട്ട് സഹകരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന മതവിഭാഗങ്ങൾ ഇവിടെ നമ്മോട് നല്ല നിലക്ക് വർത്തിക്കുന്നവരാണ്. വളരെ ചെറിയൊരു ന്യൂനപക്ഷം, അതിസൂക്ഷ്മ ന്യൂനപക്ഷം എന്ന് പറയാവുന്ന വിധം വളരെ ചെറിയ ന്യൂനപക്ഷം എല്ലാ മതവിഭാഗങ്ങളിലും ഉള്ളതുപോലെ നമ്മൾക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒക്കെ നിൽക്കുന്നവർ വേറെയും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ അനുവർത്തിക്കേണ്ട നിലപാട്, അള്ളാഹുവിന്റെ റസൂൽ മക്കയിലും മദീനയിലും ഒക്കെ ജീവിച്ചിരുന്നല്ലോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണത്. അള്ളാഹുവിന്റെ റസൂൽ മക്കയിലും മദീനയിലും ഒക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഇതിലേറെ മർദ്ദനങ്ങൾ ഏറ്റ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പച്ചയായിട്ട് കൊല നടത്തിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു നിവൃത്തിയും ഇല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ തൻ്റെ അനുയായികളെയും കൊണ്ട് മദീനയിലേക്ക് ഒളിച്ചോടിയിട്ടുണ്ട്, നാട് വിട്ടു പോയിട്ടുണ്ട്. ഒന്നിലധികം തവണ സഹാബിമാരെ റസൂൽ നാട് വിടാൻ പറഞ്ഞിട്ടുണ്ട്. വിട്ടുപോകണം നിങ്ങൾ ഇവിടുന്ന്, എത്യോപ്യയിലേക്കും ഒക്കെ പോയി. റസൂൽ എന്നെ ത്വായിഫിലേക്ക് പോയി മടങ്ങിയതൊക്കെ. അത്രയൊക്കെ പ്രയാസങ്ങൾക്കിടയിൽ റസൂല് ആ ജനവിഭാഗങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത്? അത് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു പാഠമാണ്. റസൂൽ നിലപാട് സ്വീകരിച്ചിരുന്നത് അങ്ങേയറ്റത്തെ സൗഹൃദവും സ്നേഹവും കൊണ്ട് അവർക്കിടയിൽ ജീവിച്ച് അവരുടെ ആദരവും ബഹുമാനവും വാങ്ങി അവരൊക്കെ മുസ്ലിങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത്. അത്ഭുതകരമായ ഒരു പ്രവർത്തനമായിരുന്നു അത്. അങ്ങേയറ്റത്തെ സ്നേഹ സൗഹാർദ്ദ റസൂൽ വെച്ച് പുലർത്തിയിരുന്നു ആ വിഭാഗത്തോട്. ഒരുപാട് സംഭവങ്ങൾ കാണാം. നമ്മുടെ ഇടയിൽ തന്നെ ചില ആളുകളൊക്കെ, ഒറ്റപ്പെട്ട ചില ആളുകളൊക്കെ പറഞ്ഞു വരുന്നത്, ഈ രാജ്യത്ത് നമ്മൾക്ക് ജീവിക്കാൻ കഴിയില്ല, ഇവിടുത്തെ വിദ്യാഭ്യാസ രീതി നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല, ഈ വേഷവും ഭാവവും ഒന്നും നമ്മൾക്ക് അനുയോജ്യമല്ല, നമ്മളൊക്കെ അറബ് രാജ്യത്തൊക്കെയുള്ള വേഷങ്ങൾ പോലെ വേഷം ധരിക്കണം, അങ്ങനെയൊക്കെ ആയെങ്കിലേ നമ്മളൊരു ഒരു അസ്തിത്വമുള്ളവരാവൂ എന്നൊക്കെ ഇങ്ങനെ വെറുതെ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ ആളുകളൊക്കെ പറഞ്ഞെടുക്കുന്നത് കാണാം. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ അതൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഈ ആളുകളെയൊക്കെ മതം ബോധ്യപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വമുള്ളത് കൊണ്ട് റസൂൽ അത് ബോധ്യപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുകയും ആ ആളുകളൊക്കെ ഏറ്റവും നല്ല നിലക്ക് സഹകരിക്കുകയാണ് ചെയ്തത്. ഇതിന് കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെയും മുസ്ലിങ്ങളല്ലാത്തവരായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ലല്ലോ. വളരെ ഒറ്റപ്പെട്ട ആരോ ഒന്നോ രണ്ടോ ആളുണ്ടോ, ബാക്കിയൊക്കെ മുസ്ലിങ്ങളാണ്. നമ്മുടെ ബാപ്പിയും മക്കളും ജ്യേഷ്ഠനും അഞ്ചനും ഭാര്യ ഒക്കെ മുസ്ലിങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും അടുത്ത ആളുകൾ മുസ്ലിങ്ങളല്ലായിരുന്നു.
അവരായിട്ട് നല്ല നിലക്ക റസൂൽ നിന്ന്. റസൂലിന്റെ 2 മൂത്താപ്പന്മാർ മുസ്ലിങ്ങളല്ല, 2 മുസ്ലിം ആയിട്ടുള്ളൂ, ബാക്കി 2 പേർ മുസ്ലിങ്ങളല്ല. അവരോട് ശത്രു പ്രഖ്യാപിച്ചിട്ടില്ല, അവരുടെ കൂടെയായിരുന്നു നബി ജീവിച്ചിരുന്നത്. ഏറ്റവും വലിയ മൂത്താപ്പയായിരുന്നു അബൂ താലിബ്, അലി അള്ളാഹുവിന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ മകനാണ് അലി. ആ അലിയാണ് റസൂലിന്റെ മകളെ കല്യാണം കഴിച്ചത്. മുസ്ലിം അല്ലാത്ത ബാപ്പാന്റെ മകനാ. ആ ഏറ്റവും അധികം റസൂൽ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ആ മുസ്ലിം അല്ലാത്ത മനുഷ്യൻ. ഖുർആൻ അതിന് ഉപയോഗിച്ച വാക്കെന്താ? ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. അദ്ദേഹം മരിച്ചപ്പോൾ റസൂൽ കരഞ്ഞു. നീ സ്നേഹിക്കുന്ന ആ മനുഷ്യനുണ്ടല്ലോ എന്നാ ഖുർആൻ ഉപയോഗിച്ച്. നീ സ്നേഹിക്കുന്ന ആ മനുഷ്യനെ നിനക്ക് ഹിദായത്തിലാക്കാൻ കഴിയില്ല. അത് അള്ളാഹ് കൊടുക്കുന്ന ഹിദായത്ത്. നമുക്ക് സ്നേഹിക്കുന്ന എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അബൂ താലിബിനെ റസൂൽ സ്നേഹിച്ചു, മൂത്താപ്പ മുശ്രിക്കായ അബൂ താലിബിനെ. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ അലി റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, റസൂലേ, നിങ്ങളുടെ മൂത്താപ്പ മുശ്രിക്കായ മൂത്താപ്പ മരിച്ചിരിക്കുന്നു പറഞ്ഞു. പിഴച്ചുപോയ മാർഗഭ്രംശം സംഭവിച്ച ആ മനുഷ്യൻ എൻ്റെ വാപ്പയാണ്, നിങ്ങളുടെ മൂത്താപ്പയാണ്, മരിച്ചു പോയിരിക്കുന്നു പറഞ്ഞു. എന്താണ് അദ്ദേഹത്തെ ഖബറടക്കാൻ ചെയ്യേണ്ടി വെച്ചത്? റസൂൽ പറഞ്ഞു, അലി, നീ പോയിട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് ഖബറടക്കി എങ്ങോട്ട് വരിക. റസൂൽ അദ്ദേഹത്തോട് കുളിച്ച് വൃത്തിയാകാൻ പറഞ്ഞു. റസൂൽ അദ്ദേഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമുക്ക് ബാപ്പ മുസ്ലിം അല്ല, റസൂൽ സഹകരിച്ചു കൊടുക്കാനാ പറഞ്ഞത്. നോക്കി എത്രമാത്രം ഉദാരമാണ് റസൂലിന്റെ ഇസ്ലാമിന്റെ ആ സമീപനം. നോക്കൂ നിങ്ങൾ, ഇതൊന്നും നമ്മൾക്ക് തൊട്ടുകൂടാത്തതും നമ്മൾക്ക് അടുക്കാൻ പറ്റാത്തതുമല്ല. ഇതൊക്കെ നമ്മുടെ ചില ആളുകൾ വളരെ തീവ്രമായ ചില ചിന്തകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. നമ്മുടെ ഈ വേഷമൊന്നും ശരിയല്ല, അത് അവിടുന്ന് ഇറക്കുമതി ചെയ്യണം, അങ്ങനെ ഇട്ട് നടക്കണം, അങ്ങനെ തല ഇങ്ങനെ കാണിക്കണം, എങ്കിലും നമ്മൾ ഒരു എന്താണ് ഇതൊക്കെ? ഇതൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമല്ല. ഇവിടെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കൊന്നും നമ്മളെ കുട്ടികളെ പറഞ്ഞേക്കാൻ പറ്റില്ല എന്നൊക്കെ ഒറ്റപ്പെട്ട ചിന്തകളാണെങ്കിൽ നമ്മുടെ ഇടയിലൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നു. ഇതൊന്നും ഇസ്ലാമല്ല. നമുക്ക് ഒരു സംഭവം നിങ്ങൾ നോക്കൂ. റസൂലുള്ളാഹ് ബദ്ർ യുദ്ധത്തിൽ, ബദ്ർ യുദ്ധം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ യുദ്ധമാണ്. വളരെ ശക്തമായ പോരാട്ടം, മുസ്ലിങ്ങൾക്ക് നിർണായകമായ വിജയം ഉണ്ടായി. ഖുർആൻ അതിനെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. 70 ആളുകളാണ് മറുപക്ഷത്ത് നിന്ന് ബന്ദികളായിട്ട് പിടിക്കപ്പെട്ടത്. ശത്രു പക്ഷത്ത് നിന്ന് 70 ആൾ കൊല്ലപ്പെടുകയും ചെയ്തു. മുസ്ലിങ്ങൾക്ക് ചെറിയ നഷ്ടങ്ങളേ ഉണ്ടായുള്ളൂ. ഒരു വൻ വിജയം എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞതാണ്. ആ സംഭവത്തിൽ യുദ്ധത്തിൽ മറുഭാഗത്തു നിന്നുള്ള ആളുകൾ 70 ആളുകൾ നബിയുടെ കസ്റ്റഡിയിലാണ്. ആ ആളുകളെ മോചിപ്പിക്കണം. അവിടുത്തെ യുദ്ധ നിയമം അനുസരിച്ച് മോചനദ്രവ്യം നൽകി മോചിപ്പിക്കണം. ഓരോരുത്തർ വന്ന് ഗോത്രത്തിന്റെ പിന്തുണയുള്ളവർ, സാമ്പത്തിക ശേഷിയുള്ളവർ ഒക്കെ വന്ന് ഇങ്ങനെ മോചിപ്പിച്ചു കൊണ്ടുപോയി. നബിന്റെ മരുമകനും ഉണ്ടായിരുന്നു അതിൽ. നബിയുടെ മകൾ സൈനബിന്റെ മകൻ ഭർത്താവ് അബുല്ലാസ് മറുഭാഗത്ത് യുദ്ധത്തിന് വന്ന ആളാണ്, നബിന്റെ കുടുംബക്കാരനാണത്. ഇപ്പൊ മരുമകനാ, മുസ്ലിം അല്ലായിരുന്നു. എങ്ങനെയാ മരുമകനോട് റസൂൽ പെരുമാറുക? വളരെ മാന്യമായിട്ട്. പിന്നീട് അദ്ദേഹം മുസ്ലിമായി. ആ പഴയ വിവാഹ ബന്ധത്തിൽ തന്നെ സൈനബിനെ റസൂൽ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തു, പുതിയ വിവാഹം നടത്താതെ തന്നെ. നിങ്ങൾ ആലോചിച്ച് നോക്കും, മരുമകനോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത്. റസൂൽ അദ്ദേഹത്തെ പറ്റി പറഞ്ഞെന്താ? വഫി, അത് നല്ല വാഗ്ദാനം പാലിക്കുന്ന വളരെ നല്ല മനുഷ്യനാണ് എന്നാണ്. നമുക്ക് അങ്ങനെ സഹകരിക്കാൻ കഴിയുമോ? ഇനി നിങ്ങൾ നോക്കൂ, ആ ബദ്ർ യുദ്ധത്തിൽ ബന്ധനസ്ഥരായ ആളുകളിൽ നല്ല സാക്ഷരരായ കുറെ ആളുകൾ, അക്ഷരജ്ഞാനമുള്ള ആളുകളുണ്ടായിരുന്നു, വിദ്യാഭ്യാസമുള്ള ആളുകളിൽ മോചിപ്പിച്ചു കൊണ്ടുപോയി. പലരെയും മോചിപ്പിക്കാൻ കഴിയാതെ വന്ന് ബാക്കി നിൽക്കുന്ന ആളുകളെ റസൂൽ ചെയ്ത രീതി എന്തോ, നിങ്ങൾ ഒരാൾ ഇങ്ങേ ഭാഗത്തുള്ള മുസ്ലിങ്ങളുടെ പക്ഷത്തുള്ള 10 പേരെ എഴുത്തും വായനയും പഠിപ്പിച്ചാൽ നിങ്ങളെ സ്വതന്ത്രരാക്കി വിടാമെന്ന്. ആ കണ്ടീഷനിൽ അവർ എഴുത്തും വായനയും പഠിപ്പിച്ചു, മുസ്ലിങ്ങളെ സാക്ഷരരാക്കി, അവർ സ്വതന്ത്രരാക്കി വിട്ടു. ഇങ്ങേ ഭാഗത്തേക്ക് വധിക്കാൻ, കൊല്ലാൻ വേണ്ടി വന്ന ശത്രുപക്ഷത്തുള്ള ആളുകളുടെ അടുക്കലുള്ള വിജ്ഞാനം, അവർക്ക് എഴുത്തും വായനയും അറിയാം, അത് എത്ര നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് റസൂൽ ചിന്തിച്ചത്. ആ സന്ദർഭം ഉപയോഗപ്പെടുത്തി ഇങ്ങേ ഭാഗത്തുള്ള ആളുകൾക്ക് അത് പഠിപ്പിച്ചു കൊടുത്ത് റസൂൽ അവരെ സ്വതന്ത്രരാക്കി വിട്ടു. ഇതൊക്കെ പറ്റുമോ നമ്മൾക്ക്? ഇതൊക്കെ പറ്റും. ഇതൊക്കെ റസൂൽ ചെയ്തതാ. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ റസൂൽ ചെയ്തിട്ടുണ്ട്. കൊണ്ടും കൊടുത്തുമാണ് റസൂൽ ജീവിച്ചത് ആ സമൂഹത്തിൽ. അവരിന്ന് പലതും ഇങ്ങോട്ട് സ്വീകരിച്ചു. റസൂൽ വിദ്യാഭ്യാസ അക്ഷരജ്ഞാനം അവർക്ക് അറിയുമായിരുന്നു, അത് റസൂൽ സ്വീകരിച്ചു. അത് നമ്മൾക്ക് പറ്റില്ല
എന്ന് പറയേണ്ടതില്ല. പറ്റുന്നിടത്തോളം നമ്മൾക്ക് സ്വീകരിക്കാം. പല കാര്യങ്ങളും റസൂൽ സ്വീകരിച്ചു. ഒരു സംഭവം കൂടി നോക്കൂ നിങ്ങൾ. ഖന്തക്ക് യുദ്ധം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാ. കിടങ്ങ് കുഴിച്ച സംഭവം. മദീനയുടെ അതിരുകളിലൂടെ ഒരു കുതിരക്ക് ചാടാൻ കഴിയാത്ത വീതിയിലും ആഴത്തിലും കിടങ്ങ് കുഴിച്ച് റസൂൽ മദീനയെ കൊണ്ട് ബദ്രാക്കി. കിടങ്ങ് യുദ്ധം എന്നാണ് ഖന്തക്ക് എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെയാണ് ഈ കിടങ്ങ് കുഴിക്കുന്നൊരു യുദ്ധതന്ത്രം അവിടെ വന്നത്? മക്കക്കാർക്കോ മദീനക്കാർക്കോ അറബികൾക്കോ പരിചയമുള്ള യുദ്ധതന്ത്രം അല്ല അത്. അവിടെ രീതിയല്ല. ആ തന്ത്രം പറഞ്ഞു കൊടുത്തത് പേർഷ്യയിൽ നിന്ന് റസൂലിന്റെ അനുയായി വന്ന സൽമാൻ ഫാരിസി എന്ന് പറയുന്ന ആളാണ്. പേർഷ്യക്കാർ നമ്മുടെ ഇറാൻ ഇറാഖിന്റെ ആ കാലത്തുള്ള ഭാഗങ്ങളാണ് അന്നത്തെ പേർഷ്യ. അഗ്നിപൂജകരാണ് അവർ. അഗ്നിപൂജ മതക്കാരാണ് അവർ. മജൂസികൾ എന്നാണ് ഖുർആൻ അതിന് ഉപയോഗിച്ചത്, ഹദീസിൽ ഉപയോഗിച്ചത്. ആ വിഭാഗമാണ് അവര്. അവിടെ നിന്നാണ് ഒരാൾ മുസ്ലിമായിട്ട് നബിന്റെ കൂടെ വരുന്നത്. അദ്ദേഹമാണ് റസൂലിന് പറഞ്ഞത്, റസൂലെ, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു രീതി ഉണ്ട്, ആ തന്ത്രം നമ്മൾക്കൂടെ ഉപയോഗിക്കാം, ശത്രുക്കളുടെ മുന്നിൽ നിന്ന് പ്രതിരോധിക്കാൻ. അല്ലാത്ത മാർഗം നമ്മൾക്കില്ല. അത്ര ഭയന്ന് പോയൊരു സംഭവമായിരുന്നത് ഖന്തക്കില്. മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ ഒരു മുന്നണി ഉണ്ടാക്കി വന്ന യുദ്ധമായിരുന്നു. അങ്ങനെ ഈ തന്ത്രം റസൂൽ നടപ്പാക്കി. ശത്രുക്കൾക്ക് മുന്നിൽ റസൂലും അനുയായികളും ഒന്നാകെ കിടങ്ങു കുഴിച്ച് ശത്രുക്കളെ ഉപരോധിച്ചു. അവർക്ക് മദീനയിൽ കടന്നു വരാൻ കഴിയില്ല. ആ യുദ്ധത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേക സഹായത്തോടെ മുസ്ലിങ്ങൾ ജയിച്ചു. ശത്രുക്കൾ തോറ്റു ഓടുക തന്നെ ചെയ്തു. കാറ്റും മഴയും ശീതക്കാറ്റും തണുപ്പടിച്ച് നിൽക്കാൻ കഴിയാതെ പിന്തിരിഞ്ഞു. ഇവിടെ നമ്മൾക്ക് പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾ, ഈ യുദ്ധതന്ത്രം റസൂലിന് എവിടുന്ന് കിട്ടിയതാണ്? മുശ്രിക്കുകളായിരുന്ന അഗ്നിപൂജകരായ പേർഷ്യക്കാർ ഉപയോഗിച്ചിരുന്ന തന്ത്രം ഒരു ശിഷ്യന്റെ നിർദ്ദേശാനുസരണം റസൂൽ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്താണ് മദീനയിലേക്ക്. നമ്മുടെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ് നിങ്ങൾ, ഏറ്റവും പുതിയ യുദ്ധത്തിന്റെ ടെക്നോളജി റസൂൽ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു എന്നാണ് എൻ്റെ അർത്ഥം. ആരത്? മുസ്ലിങ്ങളുടെയല്ല. നോക്കി, ഈ രാജ്യത്ത് ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന മുസ്ലിമിന് അവരുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ട് തന്നെ ജീവിച്ചു പോകാൻ കഴിയും. ഇവരാരും നമ്മളുടെ ശത്രുക്കളായിട്ടല്ല കാണേണ്ടത്. പല കാരണങ്ങളാൽ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരാണ്. പല കാരണങ്ങളാൽ ഇസ്ലാം അതിന് ഉത്തരവാദിത്വം നമ്മൾക്കുമുണ്ട്. നമ്മളെ കണ്ട് നമ്മളിൽ നിന്ന് മാത്രം മനസ്സിലാക്കിയ ഒരാൾക്ക് ഇസ്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളണം എന്നൊന്നുമില്ല. അത്ര വലിയ ക്വാളിറ്റിയിലൊന്നുമല്ല ഇവിടുത്തെ മുസ്ലിങ്ങൾ ജീവിക്കുന്നത്. നമ്മുടെ ക്വാളിറ്റി കണ്ടിട്ട് ഒരാൾക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ മാത്രമുള്ള ക്വാളിറ്റി ഒന്നും നമ്മളെ ആളുകൾക്കില്ല. അവിടെ പറയേണ്ടതില്ല. നമ്മളുടെ ഭാഗത്തുണ്ട്. വിശുദ്ധ ഖുർആന്റെ ഒരു വാക്യം നോക്കുക, സൂറത്തുൽ മുംതഹിനയിലെ 7ാമത്തെ വാക്യം. അസല്ലാഹു അയ്യജഅല ബൈനക്കും വബൈനൽ ലദീന ആദൈതും മിൻഹും മവദ്ദതൻ. നോക്കി, ഈ വാക്ക് അല്ലാഹു പറയുന്നതാണ്. അസല്ലാഹു അയ്യജഅല ബൈനക്കും വബൈനൽ ലദീന ആദൈതും മിൻഹും മവദ്ദതൻ. അല്ലാഹു നിങ്ങൾക്കും നിങ്ങളുമായി ശത്രുതയിൽ നിൽക്കുന്ന വിഭാഗം ഉണ്ടല്ലോ, ഐക്യത്തിൽ നിൽക്കുന്ന മുസ്ലിങ്ങൾ അല്ലാത്തവരല്ല, മുസ്ലിങ്ങളുമായി സഹകരിച്ച് നിൽക്കുന്ന ഇതര വിഭാഗങ്ങളല്ല ഈ പറയുന്നത്. ആദൈത്തും, നിങ്ങളുമായി ശത്രുതയിൽ നിൽക്കുന്ന ഇസ്ലാമിക മുസ്ലിങ്ങളല്ലാത്ത ആളുകളുണ്ടല്ലോ, അത്തരം ആളുകൾക്കിടയിൽ അള്ളാഹു മവദ്ദതൻ അയ്യജഅല ബൈനക്കും മവദ്ദതൻ, നിങ്ങൾക്കിടയിൽ സ്നേഹബന്ധം അള്ളാഹു ഉണ്ടാക്കിയേക്കാം. അവർ മുസ്ലിങ്ങളാവുമെന്നല്ല പറഞ്ഞത്, നിങ്ങളും അവർ സൗഹൃദത്തിൽ പോകുന്ന സാഹചര്യം അള്ളാഹു ഉണ്ടാക്കിയേക്കാം. അവരെ ശത്രുക്കളായി തന്നെ കാണേണ്ടതില്ല. നമ്മളുമായിട്ട് ശത്രുതയിൽ നിൽക്കുന്നവരെ പോലും അള്ളാഹു സ്നേഹത്തിലാക്കി മാറ്റാം. അല്ലാത്തവരല്ലാതെ തന്നെ സ്നേഹത്തിലാണ്, സൗഹൃദത്തിലാണ്. അതൊക്കെ അള്ളാഹുവിന് കഴിയും. എന്നിട്ട് അള്ളാഹു ഖദീറുൻ, അള്ളാഹു കഴിവുള്ളവനാണ്. നിങ്ങൾ ശത്രുക്കളാണെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മോട് ശത്രുത പുലർത്തുന്ന ആളുകളെ മാറ്റാൻ അള്ളാഹുവിന് കഴിയും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു പൊറുക്കും ചെയ്യും. നല്ല കരുണയുള്ളവനാണ് അള്ളാഹു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ നിത്യ ശത്രുക്കളായിട്ടല്ല ആരെയും കാണേണ്ടത്, അവരെയും മാറ്റിയെടുക്കുക. അങ്ങനെ മാറിയ ചരിത്രങ്ങൾ ലോകത്തൊക്കെ ഉണ്ടല്ലോ. ഇസ്ലാമിനെതിരിൽ യുദ്ധം പ്രഖ്യാപിച്ച പല ആളുകളെയും ഇസ്ലാം മാറ്റിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നാട്ടിലും ഒക്കെ ഉണ്ട് അങ്ങനെ. ഇസ്ലാമിനെതിരിൽ തന്നെ പ്രസംഗിച്ചിരുന്ന, എഴുതി നടന്നിരുന്ന ആ ആളുകളെയൊക്കെ മാറ്റാൻ ഇസ്ലാമിന് സാധിച്ചിട്ടുണ്ട്. അത് ഇസ്ലാമിക ആദർശത്തിന്റെ മഹത്വമാണ്.
അള്ളാഹു ഹിദായത്ത് കൊടുത്താൽ ആളുകളൊക്കെ തിരിച്ചു വരും. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ഈ രാജ്യം നന്നായിട്ട് ഇസ്ലാമിൻ്റെ ദഅവത്ത് നടത്താനും പ്രശ്നങ്ങളുണ്ടാവും, അതെല്ലായിടത്തുള്ള പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ ജനങ്ങളുമായിട്ട് സഹകരിച്ച് ജീവിക്കണം. ആ സഹകരണമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ഈ ധ്രുവീകരണം, ഈ സാമുദായികമായ ധ്രുവീകരണം, വർഗീയമായ ധ്രുവീകരണം, അവരൊക്കെ വർഗീയത കാണിക്കുന്നു, അവരൊക്കെ സാമുദായികത കാണിക്കുന്നു. പല കുതന്ത്രങ്ങളും ഇന്നൊക്കെയും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾക്കറിയാം. പല കുതന്ത്രങ്ങളും എല്ലാവരും കാണിക്കുന്നു. പക്ഷെ നമ്മൾക്കതൊന്നും പറ്റില്ല. നമ്മൾ വർഗീയവാദികളായിക്കൂടാ, ഒരു തരം സാമുദായികവാദികളായിക്കൂടാ. നമ്മൾ നേരെന്താണോ അതിൻ്റെ കൂടെ നിൽക്കുക. ഖുർആന്റെ ഒരു വാക്യം കൂടി ശ്രദ്ധിക്കുക, അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നിങ്ങൾ അവർക്ക് പുണ്യം ചെയ്യുക. ബിർ എന്ന വാക്ക്, നിങ്ങൾ അവർക്ക്, നിങ്ങളുമായി ശത്രുതയില്ലാത്ത ആളുകൾക്ക് പുണ്യം ചെയ്യുക. ബിർ എന്നത് മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറഞ്ഞ ബിറാണ്. ലൈസൽ ബിർറാൻ തുവല്ലു വുജൂഹ, അവിടെ ബിറാണ് ഉപയോഗിച്ചത്. നിങ്ങൾ കിഴക്കോ പടിഞ്ഞാട്ടോ തിരിയുന്നതിലല്ല പുണ്യമുള്ളത്, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുന്നതാണ്. അവിടെ ഈ ബിർ എന്ന വാക്ക് പുണ്യം, ആ വാക്കാണ് മുസ്ലിങ്ങളല്ലാത്ത ആളുകളോട് സ്വീകരിക്കേണ്ട നിലപാട് പറഞ്ഞെടുത്തത്. അവരോട് നിങ്ങൾ നീതി പാലിക്കുക. ക്രിസ്ത് എന്ന വാക്കാണ്. ക്രിസ്ത് എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ സാമാന്യമായി പറയുന്നത് നീതി എന്നാണ്. അതേ ആശയത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അതിൽ, നീതി. രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതിലെന്ന് പറഞ്ഞാൽ പൊതുവായ എല്ലാ നീതിയും ഉൾപ്പെടുന്നു. ക്രിസ്തു ചെയ്യണം എന്നാ പറഞ്ഞത്. അതിലും പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു പറഞ്ഞാൽ എന്താ അറിയോ? ന്യായമായ അവകാശങ്ങൾ വകവെച്ചു കൊടുത്തുകൊണ്ടുള്ള നീതിയാണ്. അവർക്ക് അർഹിക്കുന്ന അവകാശങ്ങൾ അവർക്ക് കൊടുക്കുക. നിങ്ങൾ അതൊക്കെ കൊടുത്തുകൊണ്ട്, അതാണ് ക്രിസ്തു, ന്യായമായ അവകാശങ്ങൾ കൊടുത്തുകൊണ്ടുള്ള നീതി. മുസ്ലിങ്ങളല്ലാത്തവരോട് ചെയ്യണം. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ. ഈ ക്രിസ്തു ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. നമ്മൾ ഇങ്ങനൊക്കെ ചെയ്താലും നമ്മളെ ശത്രുക്കളായി കാണുന്നവരുണ്ടാകും, നമ്മളെ വെറുക്കുന്നവരുണ്ടാകും, നമ്മുടെ വിശ്വാസത്തെ, മതത്തെ എതിർക്കും, മതാചാരത്തെ എതിർക്കും, മതസ്ഥാപനങ്ങളെ തകർക്കും, ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ സംഭവിക്കും. ഇതൊക്കെ റസൂലിന്റെ കാലത്ത് നടന്നതാ. ബുൾഡോസറുകൾ പള്ളിക്ക് നേരെ വരും, ആരാധനാലയങ്ങൾ തകർക്കപ്പെടാം. ഇതൊക്കെ അവരുടെ പ്രവർത്തനം, നമ്മളതല്ല. നമ്മൾ ന്യായമായ മാന്യമായ രീതിയിൽ സഹകരിച്ചുകൊണ്ട് തന്നെ അതിനൊക്കെ നന്മ കൊണ്ട് കീഴടക്കേണ്ടവരാണ്. വികാര പ്രകടനങ്ങൾക്ക്, തീവ്രമായ നിലപാടുകൾക്ക് ഒരു രക്ഷയും ഉണ്ടായിട്ടില്ല എന്നത് ചരിത്രത്തിൽ ഉടനീളം കാണാം. ഇന്നും ഇന്നലെയും നടന്ന സംഭവങ്ങളിൽ കാണാം നമ്മൾക്ക്. തീവ്രവാദം ഒരു പരിഹാരമല്ല, പ്രശ്നമാണ്. ഒരു വികാര പ്രകടനത്തിന് ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മുടെ ഈ രാജ്യത്ത്, കേരളത്തിൽ തന്നെ എത്രയോ അനുഭവങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾക്ക് മാന്യമായി ജീവിക്കണം, ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ മാന്യമായി ജീവിക്കണം. ആ ജീവിക്കുന്ന കൂട്ടത്തിൽ ഇസ്ലാമിൻ്റെ സന്ദേശം ഏറ്റവും നന്നായി, ഭംഗിയായി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, പെരുമാറ്റത്തിലൂടെയൊക്കെ ഇസ്ലാം ഇന്നതാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാർഗം ഇതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും കഴിയണം. ആ ആളുകളെ അതിലേക്കാണ് നമ്മൾ മാറ്റിക്കൊണ്ടുവരേണ്ടത്. അതാണ് ഒരു സ്വാതന്ത്ര്യദിന ചിന്തയുടെ ഭാഗമായിട്ട് വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. സർവശക്തനായ അള്ളാഹു അവൻ്റെ ദീൻ അനുസരിച്ച് ശരിയാം വിധം ജീവിച്ചു പോകാൻ ഈ രാജ്യത്ത് എല്ലാവരെയും പോലെ സമാധാനത്തോടുകൂടി, എല്ലാവർക്കും സമാധാനത്തോടുകൂടി ജീവിച്ചു പോകാനുള്ള സൗകര്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് നമ്മളാൽ കഴിയുന്ന വിധം ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്കും
നേട്ടത്തിനും നന്മയ്ക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾക്ക് അവകാശപ്പെട്ടതൊക്കെ നമ്മൾക്ക് ചോദിച്ചു വാങ്ങുകയും ചെയ്യാം. നമ്മൾ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന് ഇവിടുത്തെ പൗരന്മാരാണ്. നമ്മളെ ഇല്ലാതാക്കാനൊന്നും ആർക്കും അങ്ങനെ സാധിക്കില്ല. അതൊക്കെ നമ്മൾക്ക് അങ്ങനെ കേൾക്കാമെന്നല്ലാതെ ആർക്കും സാധിക്കുന്ന കാര്യമൊന്നുമല്ല. അതിന് അള്ളാഹു അതിൻ്റെതായ പരിഹാരങ്ങൾ സന്ദർഭോചിതമായിട്ട് കൊണ്ടുവന്നു വരും. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, ലൻ തെർലാൻകൽ യഹൂദ് വലൻ നസാറ ഹത്താ തബിയ മില്ലത്തുഹും. നിങ്ങൾ എത്ര നന്നായി വർത്തിച്ചാലും ജൂതരും ക്രൈസ്തവരും മുശ്രിക്കുകളും ഒക്കെ നിങ്ങളുടെ കാര്യത്തിൽ സംതൃപ്തരല്ല. അത് നമ്മൾ അറിയണം. നമ്മൾ നമ്മളുടെ ഭാഗം ക്ലിയർ ആക്കണം എപ്പോഴും. ഏറ്റവും നല്ലവരും നന്നായിട്ട് വർത്തിക്കുന്നവർ നമ്മൾ തന്നെ. പക്ഷെ അതിന്റെ പേരിൽ അവർ നന്നായിക്കൊള്ളണമെന്നില്ല. അത് നമ്മൾ വാശി പിടിക്കാൻ കഴിയും. അത് അവരുടെ ഭാഗമാണ്. ഖുർആൻ പറയുന്നത്, നിങ്ങൾ എത്ര നന്നായാലും ഹത്താ തബിയ മില്ലത്തുഹും, നിങ്ങൾ അവരുടെ മാർഗത്തിലേക്ക് അങ്ങോട്ട് തിരിച്ചു ചെല്ലുന്നത് വരെ നിങ്ങളുടെ കാര്യത്തിൽ അവർ തൃപ്തരല്ല. അത് അവർ അതിനുള്ള പണികളൊക്കെ എടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ നമ്മളുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. അതാണ് സബർ. അവർ നമ്മളെ ഇതിൽ നിന്ന് പുറത്തു ചാടിക്കാൻ എല്ലാ ശ്രമവും നടത്തും. അത് അവരുടെ ഭാഗമാണ്. നമ്മളത് തിരിച്ചറിഞ്ഞ് നമ്മളുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക എന്നതല്ലാതെ അവരങ്ങനെ ചെയ്താൽ ഞങ്ങളും അങ്ങനെ ചെയ്യുമെന്ന് പറയാനല്ല നമ്മൾ. അത് നമ്മളാകേണ്ടത് അവരാകേണ്ടത്. നമ്മളൊക്കെ അങ്ങനെ പറ്റില്ല. നമ്മൾ മുസ്ലിങ്ങളാണ്. നമ്മൾ പരലോകം മുന്നിൽ കണ്ട് ജീവിക്കുന്ന ആളുകളാണ്. ഇഹലോകത്ത് നമ്മളുടെ ജീവിത രീതി ഇങ്ങനെ ആയിരിക്കണമെന്ന് ഖുർആനും ഹദീസുമാണ് പറഞ്ഞു തരുന്നത്. അതേപോലെ നമ്മൾക്ക് പറ്റൂ. അതിന് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അള്ളാഹു അങ്ങനെ സഹായിച്ച സന്ദർഭങ്ങളാണ് ചരിത്രത്തിലൊക്കെ ഉള്ളത്. ഒരു കാരണവശാലും ഒരു പരീക്ഷണവും ഇല്ലാതെ മതരംഗത്ത് ജീവിച്ചു പോകാമെന്ന് ആരും വിചാരിക്കേണ്ട. പരീക്ഷണങ്ങൾ വരും. അതിനൊക്കെ ക്ഷമയോടുകൂടി അതിജീവിക്കുക എന്നതാണ് ഈമാൻ. അവരെ പോലെ വികാരം കൊള്ളുന്ന, അവരെ പോലെ വർഗീയത കാണിക്കുന്ന, അവരെ പോലെ അക്ഷമരായി നിൽക്കുന്ന, സാമുദായികതയും കുതന്ത്രങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നവരായിട്ട് നമ്മളും മാറിയാൽ പിന്നെ നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? അവിടെയാണ് ദീൻ കയറി വരേണ്ടത്. ഖുർആന്റെ ഒരു വാക്യവും ശ്രദ്ധിക്കുക, ലതുബ്ലവുന്ന ഫി അംവാലിക്കും വഅൻഫുസിക്കും. നിങ്ങളുടെ സമ്പത്തിന്റെ കാര്യത്തിൽ, നിങ്ങളുടെ ശരീരങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ. ലതുബ്ലവുന്ന, പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അടുത്ത വാക്യം, വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും. നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ജൂത ക്രൈസ്തവ വിഭാഗങ്ങളുണ്ടല്ലോ, അവരിൽ നിന്ന് നിങ്ങൾ കേൾക്കേണ്ടി വരിക തന്നെ ചെയ്യും. വമിനല്ലദീന അശ്റകൂ, മുശ്രിക്കുകളിൽ നിന്ന് നിങ്ങൾ കേൾക്കും. ബഹുദൈവ ആരാധകർ, മുശ്രിക്കുകൾ, ബഹുദൈവ ആരാധകർ, അവരെ നിങ്ങൾ കേൾക്കേണ്ടി വരും. അദൻ കസീറൻ, ധാരാളം ഉപദ്രവങ്ങൾ. അതൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്, ഉണ്ടാകില്ല എന്നല്ല. അതൊക്കെ ഉണ്ടാകും. ഇൻ തസ്ബിറു വഇൻ തസ്ബിറൂ, അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ദീനിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മതത്തിന്റെ സ്വഭാവവും സംസ്കാരവും വിടാതെ, വികാരപ്രകടനങ്ങൾക്ക് വിധേയരാകാതെ, മറ്റു മാർഗങ്ങൾ തേടാതെ ദീനിന്റെ മാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, വതത്തഖൂ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ആ ചെയ്യുന്നതാണ് വിവേകമുള്ള ദൃഢപ്രതിഷ്ഠമായ കാര്യമെന്നാണ്, സുദൃഢമായ കാര്യമെന്നാണ് പറയുന്നത്. അതിന് നമുക്ക് കഴിയാതെ പോകുന്നുവെങ്കിൽ നമ്മളും അവരെ പോലെയാകും. നമ്മൾ ക്ഷമിക്കുകയും സഹിക്കുകയും ദീനിന്റെ മാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ഈ ദീനാണ് നമ്മളെ പ്രചോദിപ്പിക്കേണ്ടതും പ്രവർത്തിപ്പിക്കേണ്ടതും. വികാര പ്രകടനങ്ങൾക്ക് ഒരു പ്രസക്തി ഇതിലില്ല. അള്ളാഹുവിന്റെ റസൂൽ ഇതിലേറെ കഷ്ടപ്പെട്ട സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അപ്പോഴും നമ്മളുടെ ദീൻ കോട്ടം സംഭവിക്കാത്ത രൂപത്തിൽ പ്രവർത്തിക്കണം. ന്യായമായ ചാനലുകളിലൂടെ, മാർഗത്തിലൂടെ തന്നെ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കും. അതൊക്കെ ഉപയോഗപ്പെടുത്തണം. എന്നാലും നിങ്ങൾക്ക് ഇതിനൊക്കെ അപ്പുറം വന്നു ചേരുമെന്ന് ഖുർആൻ പറയുമ്പോൾ നമ്മൾ അത് ക്ഷമിച്ചും സഹിക്കണമെന്ന് തന്നെയാണ് ഖുർആൻ വീണ്ടും പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ലവരാകാൻ, അവരെ കൂടി നന്നാക്കാൻ നമ്മൾ നല്ലവരായി മാറുക, നമ്മളുടെ സഹകരണ മേഖലകളൊക്കെ വികസിപ്പിക്കുക എല്ലാവരുമായിട്ടും. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാന്റെ കാലത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു സംഭവം ഓർക്കുന്നത് നല്ലതാണ്.
അദ്ദേഹം ഖുർആൻ പഠിക്കുന്ന സ്ഥലത്ത് രാത്രി ഖുർആൻ ഒന്നെടുത്ത് മുശ്രിക്കുകൾക്ക് വന്നു ചേർന്നു. ബഹളമായി അദ്ദേഹത്തെ ഇറക്കി വിടല്ല, അദ്ദേഹം ഇറങ്ങി പോകേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ നാട് വിടുകയാണെന്ന്. പോകുന്ന വഴിയിൽ കെട്ടുമ്പാണ്ടൊക്കെ ഇട്ടെടുത്ത് പോകണ പോക്കുള്ളതിനാണ് പോണ, ആ സ്വന്തം നാട്ടിൽ നിന്നാ പോകുന്നത്. ഇബ്നു ദഗന്ന എന്ന് പറയുന്ന ഒരു മുശ്രിക്ക്, ബഹുദൈവ ആരാധകൻ അബൂബക്കറിനെ തടഞ്ഞു വെച്ചു. അദ്ദേഹം ചോദിച്ചു, എങ്ങോട്ടാ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ നാട് വിടുകയാണ്, എനിക്കവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ? പോകാൻ അനുവദിക്കില്ല. അബൂബക്കർ പറഞ്ഞു, പോകാൻ അനുവദിക്കില്ല. നിങ്ങൾ ഈ നാട്ടിന് ആവശ്യമുള്ള മനുഷ്യനാണ്. ഓരോന്ന് എണ്ണിട്ടോ, ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ മുന്നിൽ നിൽക്കുന്ന മനുഷ്യനാണ്. കഷ്ടപ്പെടുന്നവനെ സഹായിക്കാൻ ഓടിയെത്തുന്ന ആളാണ് നിങ്ങൾ ഈ നാട്ടിന് ആവശ്യമുള്ള ആളാണ്, നിങ്ങളെ പോകാൻ അനുവദിക്കില്ല. തടഞ്ഞു നിർത്തി തിരിച്ചു കൊണ്ടുപോയി അദ്ദേഹം. അതൊരു മുസ്ലിം അല്ല, മുശ്രിക്കാണ്. അത് അയാളുടെ ക്വാളിറ്റിയാണ്. ആരെ? അബൂബക്കറിന്റെ. ആ ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ ഈ നാട്ടിന് ആവശ്യമാണ് എന്നത്, ഇവിടെ ആവശ്യമാണ് നമ്മൾ എന്നത് ഇവിടുത്തുകാർക്ക് ബോധ്യമുണ്ട്. വളരെ ചില ആളുകൾ, കുറഞ്ഞ ആളുകൾ മാത്രം അതിനൊക്കെ എതിര് നിൽക്കുന്നുണ്ടാവും. അതുണ്ടാവുമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. നമ്മൾ അതല്ല കാണേണ്ടത്. നമ്മൾ ദീൻ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് ഇതിനൊക്കെ മറികടക്കാൻ കഴിയുമോ എന്നതാണ് നോക്കേണ്ടത്. വളരെ പ്രയാസകരമായ, ക്ഷമ അങ്ങേയറ്റം ആവശ്യമുള്ള ഖുർആന്റെ പാഠങ്ങളാണ് അതൊക്കെ. ആ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല ഫലങ്ങളുണ്ടാകും. സർവശക്തനായ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങളിലൊക്കെ നല്ല വിവേകവും നല്ല ക്ഷമയും പക്വതയും ഈമാനിനാൽ പ്രചോദനമാകുന്ന പ്രവർത്തനങ്ങളും മാർഗങ്ങളും ഒക്കെ തുറന്നു നിന്ന് പടച്ച തമ്പുരാൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്കെല്ലാവർക്കും അല്ല, മുഴുവൻ മനുഷ്യന്മാർക്കും സമാധാനത്തോടു ജീവിക്കാനുള്ള സാഹചര്യം സർവശക്തനായ അള്ളാഹു തുറന്ന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരസ്പരമുള്ള വൈരാഗ്യവും സ്പർദ്ധയും കാലുഷ്യം നിറഞ്ഞ അന്തരീക്ഷവുമൊക്കെ അള്ളാഹു മാറ്റി സമാധാന അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകാൻ പടച്ചവൻ സഹായിക്കുമാറാവട്ടെ.